നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് SIR കരട് പട്ടിക ഇന്ന് ഡിസംബർ 23 ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ ആദ്യത്തെ പ്രധാന ഘട്ടമാണ് അവസാനിക്കുന്നത്. തീയതി നീട്ടി നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കമ്മീഷൻ ഇതുവരെയും ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. കരട് പട്ടികയിൽ എതിർപ്പുകളും അവകാശവാദങ്ങളും ഉണ്ടെങ്കിൽ ജനുവരി 22-ാം തീയതി വരെ അറിയിക്കാൻ കഴിയും. കരട് പട്ടികയിൽ ഉൾപ്പെട്ട ആരെയെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കുകയാണെങ്കിൽ EROയുടെ ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1-ാം അപ്പീൽ നൽകണം. ഇതിലെ തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ DEOയുടെ 1-ാം അപ്പീൽ ഉത്തരവ് തീയതി മുതൽ 30 ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 2-ാം അപ്പീൽ നൽകാം. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്തുന്നവർക്ക്, പ്രവാസികൾക്ക് കൂടി പ്രയോജനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ കണ്ടെത്താൻ സാധിക്കാത്തവർ ഉൾപ്പെട്ട ASD പട്ടികയിലാണ് സ്ഥലത്തില്ലാത്ത നിരവധി ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. 24 ലക്ഷത്തോളം ആളുകളാണ് നിലവിൽ ASD പട്ടികയിലുള്ളത്. ഇതിൽ കണ്ടെത്താൻ സാധിക്കാത്തവർ 6,45,548 പേരാണ്. ഇവർക്ക് പേര് ചേർക്കണമെങ്കിൽ പുതിയ വോട്ടറായിട്ട് അപേക്ഷിക്കണം. ഇതിന് കൂടുതൽ സമയപരിധി നൽകണമെന്നാണ് ആവശ്യം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുമായിട്ട് സപ്ലൈകോ. ജനുവരി 1 വരെയാണ് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയർ സംഘടിപ്പിക്കുന്നത്. ഫെയറുകളിൽ കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭ്യമാകും. 6 ജില്ലകളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭിക്കുന്നുണ്ട്. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ 1 കിലോ ശബരി ഉപ്പിന് 1 രൂപ നൽകിയാൽ മതിയാകും. കൂടാതെ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്നു മുതൽ ലഭിക്കുന്നതാണ്. 500 രൂപയാണ് കിറ്റിൻ്റെ വില. പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി, അപ്പം പൊടി, മസാലകൾ എന്നിവ അടങ്ങിയ 667 രൂപയുടെ 12 ഇനങ്ങൾ അടങ്ങിയ കിറ്റാണ് 500 രൂപയ്ക്ക് ലഭിക്കുന്നത്. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ലഭ്യമാകുന്നതാണ്. 6 ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനം, അതോടൊപ്പം തന്നെ കൊല്ലം ആശ്രമം മൈതാനം, പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയർ ആയിട്ട് മാറുന്നതായിരിക്കും. ഉപഭോക്താക്കൾക്കായിട്ട് പ്രത്യേക കൂപ്പണുകളും ഒരുക്കിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി 50 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും 250 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 1000 രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകൾ ലഭ്യമാകും. ക്രിസ്മസ് പുതുവത്സര വിപണിയോട് അനുബന്ധിച്ച് സാധനങ്ങൾ വിലക്കുറവിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട്. 1 കിലോ ശബരി വെളിച്ചെണ്ണ 329 രൂപയ്ക്ക് നൽകും. സപ്ലൈകോ വഴി 319 രൂപയ്ക്ക് നൽകുന്ന സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 309 രൂപയാക്കും. 1 കിലോ ആട്ട 17 രൂപ നിരക്കിൽ നൽകുന്നതാണ്. നീല വെള്ള കാർഡ് ഉടമകൾക്കാണ് ഇത് നൽകുക. ഈ നിരക്കിൽ 2 കിലോ വരെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. നേരത്തെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമായിരുന്നു ഈ നിരക്കിൽ ആട്ട നൽകിയിരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ 22 മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്ത് മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി. ksmart.lsg.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള 35-നും 60 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമൊക്കെയാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡ്, മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് എന്നീ വിഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്നവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെയായിട്ട് വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവയൊക്കെ തന്നെ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2000 രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ വിതരണമെല്ലാം ഇപ്പോൾ വിതരണം അവസാനിക്കാറായിരിക്കുകയാണ്. ഡിസംബർ മാസം ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചാണ് വിതരണം നേരത്തെയാക്കിയത്. അപ്പോൾ ഈ ആനുകൂല്യം ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക.
ഈ വരുന്ന സംസ്ഥാന ബജറ്റിൽ, അതായത് ഫെബ്രുവരി മാസത്തോടെയാണ് ബജറ്റ് ഉണ്ടാവുക, ഈ ബജറ്റിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പെൻഷൻ വർധനവുമായൊക്കെ ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ 2000 രൂപ ലഭിക്കുന്നവർക്ക് വീണ്ടും അത് 2500 രൂപ വരെയാക്കി ഉയർത്താനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിലെ വലിയൊരു ഉറപ്പുകൂടിയായിരുന്നു ഇത്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ വർധനവ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരണങ്ങൾ സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി അവരെ പുറത്താക്കി കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ പടിപടിയായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും സർക്കാരിന് സാധിക്കുകയും ചെയ്യും. വലിയ സാമ്പത്തിക ബാധ്യതകൾ അതുമൂലം ഉണ്ടാവുകയുമില്ല. ഡിസംബർ മാസത്തിലെ പെൻഷൻ 24-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ആനുകൂല്യം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വീതം ലഭിക്കുന്നവരുണ്ട്. പ്രധാനമായും 500 രൂപ, 300 രൂപ, 200 രൂപയൊക്കെ കുറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്കുള്ള ആ കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ പൂർത്തിയാവാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ തുക കൈമാറുക. ഇനി ഇതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് അവർക്കും ഇനി എന്തെങ്കിലുമൊക്കെ മേഖലകളിലൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ ഈ വരും ദിവസങ്ങൾ തന്നെ 24-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മണിക്കൂറുകൾക്കിടെ ഇരട്ട കുതിപ്പ് രേഖപ്പെടുത്തി ചരിത്ര നിരക്കിലെത്തിയിരിക്കുകയാണ്. ഒരു പവൻ സ്വർണ്ണത്തിന് 1 ലക്ഷം രൂപ തികയാനായിട്ട് ഇനി വെറും 160 രൂപയുടെ കുറവ് മാത്രമാണുള്ളത്. തിങ്കളാഴ്ച ഡിസംബർ 22-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കും ശേഷമായിട്ട് ഗ്രാമിന് 180 രൂപയും പവന് 1440 രൂപയുമാണ് വർദ്ധിച്ചത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 12400 രൂപയിലും പവന് 800 രൂപ വർദ്ധിച്ച് 99,200 രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില വീണ്ടും ഉയർന്നു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 12,480 രൂപയിലും പവന് 640 രൂപ വർദ്ധിച്ച് 99,840 രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.